സുരക്ഷയില്ലാതെ കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം 365 രോഗികൾക്ക് ആകെയുള്ളത് 5 സുരക്ഷാ ജീവനക്കാർ മാത്രമാണ്. സ്ത്രീ അന്തേവാസികളുടെ സുരക്ഷയ്ക്ക് വനിതാ സുരക്ഷാ ജീവനക്കാരുമില്ല. 112 വനിതാ അന്തേവാസികളെ നോക്കാൻ ഒരാൾ പോലും ഇല്ല എന്നതാണ് അവസ്ഥ. ദൃശ്യവധക്കേസ് പ്രതി വിനീഷ് ചാടിപ്പോയതും സുരക്ഷാ വീഴ്ചയെ തുടർന്നാണ് എന്ന് നമ്മൾ ഓർക്കണം. സുരക്ഷാ ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യവുമായി ഡിഎംഒയും സർക്കാർ അനുകൂല നഴ്സുമാരുടെ സംഘടനയായ KGNAയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗുഡ് ഈവനിങ് മിഥില. നമ്മൾ വിനീഷിന്റെ ജയിൽ ചാട്ടം ഉൾപ്പെടെ കണ്ടിരുന്നു. കുതിരവട്ടത്തെ ഇതൊരു നിത്യസംഭവം എന്ന മട്ടിലാണ്. നോക്കൂ, 112 വനിതാ അന്തേവാസികളെ നോക്കാൻ ഒരാൾ പോലും ഇല്ല എന്നുള്ള അവസ്ഥയാണ്. ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരില്ല. 365 രോഗികൾക്ക് 5 സുരക്ഷാ ജീവനക്കാർ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും അവർക്കൊരു ശ്രദ്ധ കിട്ടുന്ന അവസ്ഥയില്ല, ഒരു സുരക്ഷയും ഇല്ല എന്ന് തന്നെ നമ്മൾ പറയണം. ഗുഡ് ഈവനിങ് വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സുരക്ഷയും കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 365 അന്തേവാസികളാണുള്ളത്. ഈ 365 അന്തേവാസികൾ എന്ന് പറയുന്ന സമയത്ത് ജയിൽ പുള്ളികൾ ഉൾപ്പെടെയുള്ള വിനീഷിനെ പോലുള്ള ആളുകളെല്ലാം തന്നെ അവിടെയുണ്ട്. ഫോറൻസിക് വാർഡിൽ കഴിയുന്ന ആളുകളെല്ലാം ഉണ്ട്. ഇവർക്കെല്ലാവർക്കും കൂടി 5 സുരക്ഷാ ജീവനക്കാർ മാത്രമാണുള്ളത്. ഇതിൽ 112 വനിതാ അന്തേവാസികളാണുള്ളത്. ഈ വനിതാ അന്തേവാസികളെ നോക്കാൻ ഒരാൾ പോലും അവിടെയില്ല. 2022 കാലഘട്ടത്തിൽ അവിടെ ഒരു കൊലപാതകം ഉൾപ്പെടെ നടന്നിട്ടുണ്ടായിരുന്നു. ആ കൊലപാതകം, അത് വനിതാ വാർഡിലായിരുന്നു കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നത്. ആ കൊലപാതകം നടന്ന സമയത്താണ് ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയുമെല്ലാം യോഗം ചേരുകയും അവിടെ ഇത്തരത്തിൽ സുരക്ഷാ ജീവനക്കാരെ നിയമിക്കണമെന്ന നിർദ്ദേശം വരികയും ചെയ്തത്. അങ്ങനെ 24 സുരക്ഷാ ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ കരാർ കാലാവധി കഴിഞ്ഞതിന് പിന്നാലെ ഇപ്പോൾ കുറച്ചു കാലങ്ങളായി അവിടെ വനിതാ സുരക്ഷാ ജീവനക്കാരില്ല. ആകെയുള്ളത് 5 പേർ മാത്രമാണ്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നത് KGNA ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നത് ഇത്തരത്തിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളുടെ അടുത്തേക്ക് നഴ്സുമാർ പോകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള മർദ്ദനം അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അവരുടെ സുരക്ഷ, അതായത് ജോലി ചെയ്യാൻ സുരക്ഷിതമായ ഒരു സാഹചര്യം കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് KGNA ഉൾപ്പെടെയുള്ളവർ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയത്, അല്ലെങ്കിൽ നിവേദനം നൽകിയത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. നിലവിൽ ഇവിടെ ഒരു പ്രതിസന്ധി എന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളായതുകൊണ്ട് തന്നെ സാധാരണ സുരക്ഷാ ജീവനക്കാരെ ഇവിടെ നിയോഗിക്കാൻ പറ്റില്ല. പ്രത്യേക പരിശീലനം ലഭിച്ച ആളുകളെ നിയമിക്കണം. അത്തരം ആളുകളിൽ കിട്ടുന്നില്ല എന്നതാണ് നമ്മൾ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് DMOയും ബന്ധപ്പെട്ടെല്ലാം സംസാരിക്കുന്ന സമയത്ത് അവർ നേരിടുന്ന ഒരു പ്രതിസന്ധി ഇതുതന്നെയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ 20ഓളം നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം, ഇവിടുത്തെ സുരക്ഷാ വീഴ്ച പരിഗണിച്ചായിരുന്നു ഇത്തരം നിർദ്ദേശങ്ങൾ വെച്ചിരുന്നത്. അതിൽ സുരക്ഷാ ജീവനക്കാരുടെ നിയമിക്കുക, ഒപ്പം തന്നെ ഈ ചുറ്റുമതിലിൻ്റെ ഉയരം കൂട്ടുക. ചുറ്റുമതിലിന് ഉയരമില്ലാത്തത് കൊണ്ടാണ് വിനീഷിനെ പോലുള്ള ആളുകളെല്ലാം തന്നെ ചാടിപ്പോകുന്നത്. ആ ഒരു ചുറ്റുമതിലിൻ്റെ ഉയരം കൂട്ടുന്നത് 40% ജോലികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് മരങ്ങളുടെ ചില്ലകളെല്ലാം തന്നെ വെട്ടുക എന്നതായിരുന്നു. ആ പ്രവൃത്തിയും പുരോഗമിക്കുന്നുണ്ട് എന്നല്ലാതെ പൂർണ്ണമായും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 150-ലധികം വർഷം പഴക്കമുള്ള ഒരു ആരോഗ്യ കേന്ദ്രമാണ്. അവിടുത്തെ ബിൽഡിംഗ് എല്ലാം തന്നെ ബലക്ഷയമുള്ള ബിൽഡിങ്ങുകളാണ്. അതെല്ലാം തന്നെ മാറ്റി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്ന നിർദ്ദേശവും വന്നിട്ടുണ്ടായിരുന്നു. ഇതും കടലാസിൽ ഒതുങ്ങുകയാണ് വിനീത. അതാണ് നമ്മൾ വിനീഷ് ജയിൽ ചാടി പോയ സമയത്ത് ദൃശ്യങ്ങൾ കണ്ടതാണ്. ടോയ്ലറ്റിന്റെ ചുവർ തുരന്ന് കൊണ്ടാണ് അന്ന് വിനീഷ് രക്ഷപ്പെട്ടത്. അത്ര വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത്. അപ്പോൾ അടിമുടി വീഴ്ചയാണ് അവിടെ. ഒരു തരത്തിലുമുള്ള സുരക്ഷയില്ല എന്നതാണ് മിഥില ബാലൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും അടിയന്തര പ്രാധാന്യം വേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ മിഥില ചൂണ്ടിക്കാണിച്ചത്. നമുക്ക്